എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഓണാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. TS ബാബുവിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. ചലച്ചിത്ര ഛായാഗ്രഹ രംഗത്ത് 25 വർഷക്കാലം സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിന്ന കലാകാരൻ TS ബാബുവിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. സിനിമ, ഷോർട്ട് ഫിലിം, വീഡിയോ ആൽബം, ഹോം സിനിമ, പരസ്യ ചിത്രങ്ങൾ തുടങ്ങി ദൃശ്യ മാധ്യമ രംഗത്തെ വിവിധ മേഖലകളിൽ തന്റെ ക്യാമറ പ്രതിഭ തെളിയിച്ച മികച്ച ഛായാഗ്രഹകനായിരുന്നു TS ബാബു. ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും മറക്കാൻ സാധ്യതയില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ വലിയ അടയാളങ്ങൾ നൽകി മറ്റ് സൗഹൃദങ്ങളിലേക്ക് പോകുന്ന ആളാണ് TS ബാബു. തിരൂരിൻ്റെ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചുവെങ്കിലും തിരൂരെന്നല്ല കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ബാബു ചേക്കേറിക്കൊണ്ട് വലിയൊരു സൗഹൃദ വലയം സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊരു പ്രതിഭയ്ക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കൂ. പ്രതിഭകളെ കാലവും ഓർക്കപ്പെടുകയുള്ളൂ. ദൈവം ബാബുവിന് നിത്യശാന്തി നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാബുവിനെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പല രാഷ്ട്രീയ നേതാക്കളും പറയാണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയിന്ന്. അവൻ മരിക്കണതിൻ്റെ അന്ന് പുലർച്ചെ അവൻ്റെ ഭാര്യ എന്നെ വിളിക്കുകയാണ്, പൊന്നു. അമ്മാപ്പൻ്റെ ഭാര്യയാണ് ഫോൺ എടുത്ത് എന്തേന്ന് ചോദിച്ചാൽ ബാവക്ക വിളിച്ചപ്പോൾ ബാത്റൂം എന്ന് പറഞ്ഞു. നമുക്കൊരു വെന്റിലേറ്റർ കിട്ടുമോ ബാവക്കാന്ന് ചോദിച്ചു. കാരണം എന്ത് വെന്റിലേറ്റർ, നീ എന്താ പറയണമെന്ന് ചോദിച്ചു. ബാബുട്ടന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് തിരുവനന്തപുരം ഉണ്ടെന്ന് ചോദിച്ചു. തിരുവനന്തപുരം വെന്റിലേറ്റർ ഉണ്ട്, അവനിപ്പോൾ എവിടെ ഉള്ളത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അവന് മെഡിക്കൽ കോളേജിലാണ് ബാവക്കാളുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എങ്ങനെ അവനവിടെ എത്തിക്കഴിഞ്ഞു. പിന്നീട് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുന്നതാണ്. പിന്നെ രാവിലെ അവന് നമ്മുടെ മൗലാന ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞത്. അവന് ഒരുപാട് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള എൻ്റെ ഒരു അനിയന്, മകന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ കല്യാണം ഫുള്ള് ഷൂട്ട് ചെയ്തത് TS ആണ്. സ്റ്റില്ലെടുത്തത് യൂനസ് ബാബു. ഒക്കെ സിനിമാ ഫീൽഡായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. പിന്നെ ബാബു എന്നെ ഒന്ന് പരിചയപ്പെടുന്നു. ഞങ്ങളന്ന് ബാവാക്കാൻ്റെ എക്സ്റേയിൽ പോകും. അപ്പോൾ ഞാനന്ന് പാർക്കിംഗ് ഷോട്ടൊക്കെ ആയിട്ട് ഗോഡ് ഫാദർ അഭിനയിച്ചിട്ട് വന്നു. ഇവൻ എന്നെ ആ പാട്ട് സീനിൽ മന്ത്രി കൊച്ചമ്മ കണ്ടിട്ട് എന്നെ കാണണം, പരിചയപ്പെടണം. അതിന് പുള്ളി എന്താ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ തൊട്ടയൽവാസി തച്ചനാട്ടുകാരും ആ വീട്ടിലാവുമ്പോൾ വന്ന് താമസിച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളി രാവിലെ എണീറ്റ് വരുന്നു എന്നെ കാണാൻ. പക്ഷെ ഞാൻ വീട്ടിലുണ്ടാവില്ല. ഞാൻ അടുത്ത സെറ്റായിട്ട് ഇങ്ങനെ സൂര്യമാനസം, മക്കൾ മഹാത്മാ അബ്ദുൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ബാവാക്കാൻ്റെ എക്സ്റേയിൽ വന്നിട്ട് എന്നോട് പറയുന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള കമ്പനി. പക്ഷേ ഇപ്പോഴും ബാബു ആൽബങ്ങൾ ചെയ്യുമ്പോൾ എടാ നീ എന്താടാ എന്നൊന്ന് വിളിക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ നടനല്ലേ എന്നാൽ ആദ്യം പറയും. വിളിക്കാതിരിക്കാനുള്ള ഒരു നമ്പറാണ്. എന്നിട്ട് പറയും മമ്മൂട്ടി എഴുതി ചോക്ലേറ്റ് പിള്ളേരുടെ സംഭവമാണ്. ആ വിയോഗം എത്രത്തോളം ആഘാതം അദ്ദേഹത്തിൻ്റെ സ്നേഹ കൂട്ടായ്മകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. ചില വിയോഗങ്ങൾ അങ്ങനെയാണ്. അവരുടെ തന്നെ നിലനിൽപ്പിനെ വകയ്ക്കാതെ ഉള്ള ജീവിതങ്ങളിൽ കലാകാരനായിട്ടുള്ള തിരശ്ശീലകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ക്യാമറാമാൻ കൂടിയായിട്ടുള്ള TS ബാബുവിൻ്റെ അനുശോചനത്തിലാണ്. അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ ഇതുവരെ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. കൗൺസിലർ ആയതിനു ശേഷമാണ് എനിക്ക് കുറച്ചും കൂടെ അവരറിയാൻ കഴിഞ്ഞത്, കൂടുതൽ ഇടപഴകലൊക്കെ. അപ്പോൾ വാദവരത സംസാരിക്കുന്ന ഒരു വാചാലനാണ് ആൾ. എന്തായാലും സൗഹൃദമൊക്കെ സൂക്ഷിക്കുന്ന ആളാണെന്ന് ഇത്രയും വലിയ സദസ്സ് കണ്ടപ്പോൾ തന്നെ ഏകദേശം എനിക്ക് മനസ്സിലായി. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ നിത്യശാന്തിയും നേരുന്നു. ഈ വിയോഗം അവരുടെ കുടുംബത്തിന് താങ്ങാൻ ക്ഷമ കൊടുക്കട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിലുപേക്ഷിതരായിട്ടുള്ള പ്രഗത്ഭ കലാകാരന്മാരെ, സദസ്സിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, TS ബാബു എന്ന് പറഞ്ഞാൽ ഒരു അതുല്യ കലാകാരനാണെന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ജീവിതത്തിലെ കലയെ സ്നേഹിച്ചവനാണ്. അദ്ദേഹം ഒരിക്കലും കാശ് മോഹിച്ചിട്ടില്ല. ഇപ്പോൾ ആരെവിടെ ചെയ്യണമെങ്കിലും എല്ലാവരും ഇപ്പം കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുന്ന ആൾക്കാരാണ്. നമുക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്, കുടുംബമൊക്കെ വിചാരിച്ചുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കലയെ ഉപാസന, കലയെ സ്നേഹിക്കുക. എനിക്ക് ഈ കല അത്രയും ഡിവോട്ടഡായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എനിക്ക് പണ്ട് തന്നെ അതെനിക്ക് പരിചയമുണ്ട്. ഞങ്ങൾ നൗഷു ഷെയ്മിക് ടീം
പെരുമണ്ണ അലീശ്വരി പൂങ്കുനാവൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു ബന്ധം അന്നുണ്ടായിരുന്നു. ക്യാമറമാൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ക്യാമറമാന്മാർ കുറച്ചൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ ആ ക്യാമറമാൻ ആണെങ്കിൽ പോലും ഒരു വർക്കിന് വന്നാൽ ബാബുവേട്ടൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല, സ്വയം ചെയ്യേണ്ടത്. കസാര അങ്ങോട്ട് മാറ്റുന്നു, ചെയർ ഇങ്ങോട്ടും, എല്ലാം ആരോടും പറയാതെ അത്ര കണിശമായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാബുവേട്ടനെ ഒരിക്കലും നമുക്ക് മാറ്റെത്താൻ പറ്റില്ല. അത്രയും ഞങ്ങൾ വളരെ ചെറുപ്പം മുതലേ ബന്ധം, വളരെ ചെറുപ്പം. ഞാൻ യൂനസ് ബാബു, TS ബാബു, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. തുടക്കം ആൽബങ്ങൾ ഞാനും ബാബു ഒരുമിച്ചാണ് ചെയ്തത്. ക്യാമറയ്ക്ക് മുന്നിലേക്ക് എന്നെ എത്തിച്ചത് ബാബുവാണ്. എനിക്ക് കൂടുതലായൊന്നും പറയാനില്ല. എൻ്റെ പ്രിയപ്പെട്ട ബാബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ബാബു നമുക്കറിയാം, തിരൂരിലെ വെഡ്ഡിങ് വീഡിയോ എടുക്കുന്ന കാലഘട്ടത്തിൽ അവൻ്റെ മനസ്സിലെപ്പോഴും സിനിമ ഉള്ള ഒരു മൂഡായിരുന്നു ഉണ്ടായിരുന്നത്. ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഒരു ഫ്രെയിം വയ്ക്കണമെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ മുകളിൽ കയറുകയാണെങ്കിലും കയറി ഫ്രെയിം വയ്ക്കുക എന്ന ആളാണ്. ഇപ്പോൾ ഞങ്ങളന്ന് ആ ഒരു വർക്ക് എടുത്ത സമയത്ത് ബാവാക്ക ഉണ്ട്, അതുപോലെ തന്നെ MP ലത്തീഫ്, ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് അന്ന് 2002 സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഒരു ചെറിയൊരു ത്രെഡ് പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് ചെയ്യാം, അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ പഠിപ്പിക്കാൻ അങ്ങനെ എടുത്ത അതാണ്. ചോദിച്ചു, ഞാൻ കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പൊതുരംഗത്ത് ആയതുകൊണ്ട് തിരൂക്കാരനാണല്ലോ. അതുകൊണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അദ്ദേഹം തിരൂരിൻ്റെ ഒരു വലിയ കലാഹൃദയമായിരുന്നു. വളരെ ഭംഗിയുള്ള ചിത്രങ്ങളെല്ലാം അദ്ദേഹം ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം മങ്ങിപ്പോയി എന്നതാണ്. നമസ്കാരം, ഞാൻ ബിനു കൊണ്ടൂർ, പഴയൊരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. വിശേഷ കാലത്തിലൊക്കെ ആയിരുന്നു കൂടുതൽ സിനിമയിലൊക്കെ സജീവമായിരുന്നു. പിന്നീട് ഈ ബാബു എന്ന എൻ്റെ സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹോം സിനിമ കാലഘട്ടത്തിലാണ്. ഹോം സിനിമയുടെ തുടക്കം നിങ്ങൾക്കറിയാമല്ലോ, വണ്ടൂരിൽ നിന്നാണ്. സലാം കൊടിയത്തൂരും ഞാനുമൊക്കെ ചേർന്ന ഒരു ടീമാണ് അതിന് തുടക്കം. അതിലെ ഒരു 2-3 ഹോം സിനിമകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് TS ബാബുവിൻ്റെ എൻട്രി. ഒരു കാലഘട്ടം ബാബുവിൻ്റെ കഴിവിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓർക്കാനേ ഇനി നമുക്ക് കഴിയുകയുള്ളൂ, മറ്റൊന്നും നമ്മുടെ മുന്നിൽ ഇല്ല. സ്മരണാഞ്ജലി ഒരുങ്ങുമ്പോൾ ഓർമ്മകൾ പങ്കുവെക്കുകയും തുടർന്ന് ഈ ഓർമ്മകൾ പങ്കുവെക്കലിനല്ല പ്രാധാന്യം, തുടർന്ന് ആ അനാഥമാക്കപ്പെട്ട കുടുംബത്തോടൊപ്പം ഒരു നാഥൻ എന്ന് പറയുന്നത് എപ്പോഴും ആണാണല്ലോ കുടുംബത്തിന്. അപ്പോൾ ആ കുടുംബത്തോടൊപ്പം എങ്ങനെ അദ്ദേഹവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർക്കും മുന്നിൽ നിന്നുകൊണ്ടും കൂടെ മറ്റുള്ളവരെയൊക്കെ, മറ്റെല്ലാ കലാലോകത്തുള്ളവരെയും അല്ലാത്തവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടും, ചേർത്ത് പിടിക്കപ്പെടുന്നവർ. എൻ്റെ പേര് ഗഫൂർ, കുറ്റിപ്പുറന്നാണ്. ബാബുവുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അദ്ദേഹത്തിനായിട്ടൊരു 3 പ്രാവശ്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ നോൻപിൽ ഞങ്ങളെല്ലാവരും കൂടിയും ഒരു കൂടലുണ്ടായത്. ആ നോമ്പ് തുറ സമയത്ത് അദ്ദേഹം നല്ല സംസാരിക്കുന്നൊരു വ്യക്തിയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിനെ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി പറ്റുന്ന ഒരാളാണ്. എൻ്റെ പേര് നാസർ സെഞ്ചുറി. ഞാൻ ഈ അനുശോചനത്തിൽ ബാക്കിലിരുന്ന് മുഴുവൻ കേൾക്കുകയായിരുന്നു. ഏതാണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ കണ്ടു. കുറേ പരിചയമില്ലാത്ത ആൾക്കാരാണ്, കുറേ പരിചയമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വന്നവരൊക്കെ ബാബുവിനെ പറ്റിയിട്ടുള്ള ആ സംസാരം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷത്തോടുള്ള സങ്കടം വന്നത്. കാരണം ബാബു എന്ന വ്യക്തി, നിങ്ങളിപ്പോൾ കാണുന്ന TS ബാബു, ഏതാണ്ട് വീഡിയോഗ്രാഫിൻ്റെ തുടക്കം ലൈറ്റ് ബോയ് ആയിട്ട് എൻ്റെ സ്ഥാപനത്തിലായിരുന്നു. എനിക്ക് വിഷമം എന്നുണ്ടെങ്കിൽ വളരെ അടുത്തുള്ളൊരു ബന്ധമായിരുന്നു. അവൻ ആ ലൈറ്റ് ബോയായി കാലങ്ങളോളം ആ സ്ഥാപനത്തിൽ എൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞ് ക്യാമറമാനാവുന്നു. അത് കഴിഞ്ഞ് അപ്പോഴും സിനിമാ ലോകത്തേക്കുള്ള ഒരു കാൽവെപ്പാണ് അവർക്ക് ആദ്യം മുതലേ ഉണ്ടായിട്ടുള്ളത്.
നമ്മൾ പറയുമ്പോൾ അന്ന് കണ്ട സിനിമേൻ്റെ ആ ഷോട്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ പറച്ചില്ലേ. ആ ഒരു ഡ്രീമായിരുന്നു അവനക്ക്. ഏതാണ്ട് അവനായിട്ട് ആ ഡ്രീമിലേക്ക് കുറേ എത്തിപ്പെട്ടു. 85 കാലത്ത് ഫോട്ടോഗ്രാഫറാണ്. അന്നതൊരു ബന്ധമാണ്. പിന്നീട് ഉത്തരാട്ടവും ആൽബങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബാബു നല്ല മനുഷ്യനായിരുന്നു. ലത്തീഫ് കുറ്റിപ്പുറം എന്നാണ് പേര്. ചെറിയ സിനിമകളിലൊക്കെ ഉണ്ട്. മാധ്യമപ്രവർത്തകനായിരുന്നു. ഇപ്പോൾ തുണിസഞ്ചി കച്ചവടക്കാരനാണ്. സിനിമ അത്യാവശ്യമൊക്കെ ഉണ്ട്. നിരവധി കലാകാരന്മാരുമായും സാങ്കേതിക പ്രവർത്തകരുമായും സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം തന്റെ ലാളിത്യവും ആത്മാർത്ഥമായ ഇടപെടലുകളും കൊണ്ട് സഹപ്രവർത്തകരുടെ പ്രിയപ്പെട്ടവനുമായിരുന്നു. അനുശോചന യോഗത്തിൽ ബഷീർ പുത്തൻവീട്ടിൽ, ബാവ കൊടശ്ശേരി, വേണുഗോപാൽ കൊൽക്കത്ത, തിരൂർ മമ്മൂട്ടി, കൗൺസിലർ ഹഫ്സത്ത്, KS ഹരിഹരൻ എന്നിവർ വേദിയിൽ സന്നിധരായി. TS ബാബുവിന്റെ വിയോഗം ദൃശ്യമാധ്യമ രംഗത്തിനും അദ്ദേഹത്തെ സ്നേഹിച്ച സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും തീരാ നഷ്ടമാണെന്ന് യോഗം അനുസ്മരിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.